ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഗോൾഡിലേക്ക് വരാം. അതേപോലെ കോഴ്സിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ താഴെ നമ്മുടെ യൂട്യൂബിൽ തന്നെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കോഴ്സ് തുടങ്ങിയിട്ട് ഏകദേശം എനിക്കൊന്ന് 1.5-2 വർഷമാകുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഞാൻ നല്ല രീതിയിൽ പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ പല ആൾക്കാരും ചോദിക്കുമായിരുന്നു കോഴ്സ് പഠിപ്പിച്ചു തരുമോ എന്ന്. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് പഠിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു വില്ലനായി മാറി, പഠിപ്പിച്ചു തരാത്തൊരു വ്യക്തിയായി മാറി കഴിഞ്ഞപ്പോൾ ഞാനത് കുറച്ച് പേർക്ക് പഠിപ്പിക്കാമെന്ന് തുടങ്ങിയൊരു ഇതാണ്. ഇപ്പോൾ ഏകദേശം ഒരുപാട് പേരെ പഠിപ്പിച്ചു, ഒരുപാട് കുടുംബങ്ങളിലേക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്നാൽ ആദ്യത്തെ സമയത്ത് ഒരുപാട് ആളുകൾ നമ്മൾ ഏകദേശം 30,000 രൂപ വെച്ചെങ്കിൽ 50% 15,000 രൂപക്കാണ് നമ്മൾ കോഴ്സ് സെല്ല് ചെയ്ത് തുടങ്ങി. പക്ഷേ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ ഒരു മാസം വരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ കോഴ്സിൻ്റെ റേറ്റ് മാറ്റിയത്. ഇപ്പോഴും എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ 1-2 പേരൊരു മാസം കിട്ടിയാൽ മതി എന്നുള്ള. എന്നെ സംബന്ധിച്ച് കോഴ്സിലല്ല മെയിൻ ഫോക്കസ്, എൻ്റെ ട്രേഡിലാണ്. പിന്നെ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് എൻ്റെ നോളജ് കൂടിക്കൊണ്ടിരിക്കണേണ്. നോളജ് കൂടിക്കൊണ്ടിരിക്കണമെന്ന് മാത്രമല്ല, അതേപോലെ എൻ്റെ പഴയ സ്റ്റുഡൻസിന് പുതിയ പുതിയ അറിവുകൾ എനിക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോഴ്സ് കുറച്ച് ദിവസം ഒരു 3 മാസം കൊണ്ടുപോയിട്ട് നിർത്താമെന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. ഇപ്പോൾ 2 വർഷമായി ഇപ്പോൾ കോഴ്സ് പോയിട്ട്. ഇപ്പോഴും അതേപോലെയാണ്. പല ആൾക്കാരും പറയും നല്ല രീതിയിൽ പരസ്യമൊക്കെ ചെയ്ത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ചെയ്ത് കിട്ടുന്ന അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ ട്രേഡിൻ്റെ ഒരു 10% ആകുള്ളൂ ഈ കോഴ്സിൽ നിന്ന് കിട്ടുന്നത്, എത്ര വലിയ എമൗണ്ട് കോഴ്സിൽ നിന്ന് വന്നാൽ പോലും. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഒരു കുറച്ച് ഡ്രീംസുകളുണ്ട്. ആ ഡ്രീമുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരക്കുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് കാര്യമില്ല. നമ്മൾ കൂടുതലും ഇൻ്റർനാഷണൽ ട്രിപ്പ് അടിക്കാനും അതേപോലെ ഈ തിരക്കിൽ നിന്നും മാറി നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കോഴ്സ് ഒരു ലാർജ് സ്കെയിലിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ പറയണമെന്ന് വെച്ചാൽ പഠിക്കാൻ വരുന്ന ആളിന് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 1-to-1 പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ് തന്നെ കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സാണ്. എൻ്റെ കോഴ്സ് 3, 4, 5 പാർട്ടാക്കിയിട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ 25,000-30,000 ഒരിടത്ത് പല സ്ഥലങ്ങളിലും പോയി കോഴ്സ് എടുക്കുമ്പോൾ എൻ്റെ ഒരു കോഴ്സിൻ്റെ 5-1 പഠിക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കോഴ്സ് വർക്കിംഗ് ആവും. പക്ഷേ ആ ഒരു POE വർക്കിംഗ് അല്ലാത്തൊരു സമയത്ത് നിങ്ങൾ ആ ഒരു സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട്, ഞങ്ങളും ഈ ഒരു സെക്ഷൻ്റെ ട്രേഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിപ്പോൾ വലിയ ഇതല്ല, റിസൾട്ട് ഇല്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ നല്ല റിസൾട്ട് ഉണ്ടെന്നും പറയും. പക്ഷേ ഞാൻ പറയുന്നത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ എന്താ നടക്കണേന്ന് പഠിക്കണമെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം. അതിന് നമ്മൾ വീഡിയോ കോഴ്സോ അല്ലെങ്കിൽ ബാച്ചിൽ പോയിരുന്നിട്ട് കാര്യമില്ല, പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ് തന്നെ. അപ്പോൾ അത്രയും താല്പര്യമുള്ള, പഠിക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ള ഒരു പ്രൊഫഷണൽ ആകണം. അല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിനേക്കാളും ഇച്ചിരിയും കൂടി എൻ്റെ ഡ്രീമുകൾ വലുതാണ്, എനിക്ക് അതിന് സഹായിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം, അത് ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് കോഴ്സിന് വരിക. അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ തന്നെ, എൻക്വയറി വരുമ്പോൾ തന്നെ ഞാൻ ആ രീതിയിലാണ് ചോദ്യങ്ങളുള്ളത്. പല ആൾക്കാരും ചിന്തിക്കാറുണ്ട് ഇങ്ങനെ എന്താ ചോദിക്കുന്നത്. മറ്റുള്ള കോഴ്സിൻ്റെ എൻക്വയറി വരുമ്പോൾ എങ്ങനെയെങ്കിലും കോഴ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഫോളോ അപ്പിനൊന്നും പോകാറില്ല. നമ്മൾ വരുന്ന ആൾക്കാരോട് റിയാലിറ്റി പറയും, അത് ഓക്കെ ആകുന്ന ആളുകൾ മാത്രം കോഴ്സ് പഠിച്ചാൽ മതി. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ മണിക്കൂറുകളോളം നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ആഴ്ചയിലാണെങ്കിൽ 1-2 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2-3 മാസം കൊണ്ട് കോഴ്സ് പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് ഇതിൽ ട്രേഡിലും പ്രോഫിറ്റിൽ പോകാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ, ഡെയിലി ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ആ ദിവസങ്ങളും അല്ലെങ്കിൽ ആഴ്ചകളും മാസങ്ങളും ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകളിലേക്കൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റും നമ്മുടെ കോഴ്സിൽ നിന്ന്. നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും താല്പര്യമുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മന്ത് പ്രൈസ് നല്ല ബുള്ളിഷിലേക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. പ്രീവിയസ് മന്തിൻ്റെ ഒരു ഹൈ ഒക്കെ എടുത്ത് പ്രൈസ് നിൽക്കുകയാണ്. നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴും ഏപ്രിൽ മന്തിൻ്റെ ഇൻസൈഡാണ് മെയ്യും ജൂണിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീക്കിലേക്ക് വരാം. ഓൾറെഡി വീക്കും ബുള്ളിഷാണ്. ഇപ്പോൾ നമ്മൾ നോക്കി വീക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. കുറച്ച് മാസങ്ങളായിട്ട്, അത് ഏപ്രിൽ പകുതിയോടെ പ്രൈസ് എന്ത് ചെയ്തു, ഒരു റേഞ്ചിലേക്ക് നിൽക്കുകയാണ് അല്ലേ. ആദ്യം പ്രൈസ് ഒരു 4 ആഴ്ച പ്രൈസ് ഒരു ബിയർഷിലേക്ക് മൂവ് ചെയ്തു, വീണ്ടും ഒരു 4 ആഴ്ച പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ പ്രൈസ് ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. എന്നാലും പ്രൈസ് ബുള്ളിഷാണ്. എന്ന് വെച്ചാൽ മന്തും വീക്കും
നല്ല നല്ല ബുള്ളിഷിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഇപ്പോൾ ഡേയുടെ ക്യാൻഡിലേക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയുടെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്യുന്ന മെയിൻ ടാർഗറ്റ് എന്താണ്? പ്രീവിയസ് ഹൈ. അത് ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രൈസ് വീണ്ടും കയറിപ്പോവും. വിക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിലും ഓൾറെഡി ഇതിൻ്റെ ടാർഗറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രി നമ്മൾ എടുക്കുന്ന പൊസിഷൻ തന്നെ ഒന്ന് നോക്കിക്കേ, 3125. അപ്പോൾ ഏകദേശം ഒരു $300, അതായത് 3000 പിപ്പാണ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഏകദേശം നല്ലൊരു പ്രോഫിറ്റ് മൂവ്മെൻറ്റ്സ് എടുത്താൽ ഈ മൂവ്മെൻറ്റ്സും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇവിടേക്ക് എടുത്തിട്ട് നിർത്തി. പക്ഷേ എൻ്റെ സ്റ്റുഡൻസിൽ കുറച്ച് പേര് ഈ മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയ എമൗണ്ട് ക്യാപിറ്റലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ലൈഫിൽ പോകുന്നൊരു വ്യക്തിയാണ്, കോട്ടയംകാരനാണ്. പുള്ളി എടുത്ത പ്രോഫിറ്റ് കണ്ടിട്ടാണ് എനിക്ക് അതിശയം വന്നത്. പുള്ളി അടിപൊളിയാണ്. പുള്ളി ഇതേപോലെയുള്ള ട്രേഡ്സുകളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ട്രേഡ്സൊക്കെ പുള്ളി എടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന ട്രേഡ്സുകളൊക്കെ അതേപോലെ തന്നെ ചെയ്യും, പക്കയായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പും കൂടി ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി തന്നെ എൻ്റെ കോഴ്സ് എടുത്തിട്ടുള്ള ആളുകളാണ്. ഫാമിലിയിലുള്ള ആൾക്കാർ, മോനും മരുമോളും അടക്കം, മോളടക്കം കോഴ്സ് എടുത്തിട്ടുള്ളതാണ്. എല്ലാവരും അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു മൂവ്മെൻറ്റ്സിൻ്റെ ഈ ഒരു ഹൈ എടുത്തതോടെ ഈ ഒരു മൂവ്മെൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് കംപ്ലീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എടുത്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൈസ് ഒരു മേജർ ഹൈ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളിത് ടാർഗറ്റ് ചെയ്യാൻ. ഇപ്പോൾ കോഴ്സ് എടുത്ത ആളുകൾക്ക് അറിയാം എന്തുകൊണ്ട് എടുത്തില്ല. ഇനി പ്രൈസ് ചിലപ്പോൾ ഇതും ബ്രേക്ക് ചെയ്ത് പോകാം, പക്ഷേ നമുക്കത് സാധ്യത മാത്രമേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് പ്രൈസ് എടുക്കാൻ ഉറപ്പായിട്ട് എടുക്കുക, 100% എടുക്കുമെന്ന് ഉറപ്പുള്ള പൊസിഷൻ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോഡി ബ്രേക്ക് നടന്നതോടെ ഞാൻ പറഞ്ഞതാണ് പ്രൈസ് വീണ്ടും കയറിപ്പോകാനുള്ള സാധ്യത തന്നെയാണ്. അപ്പോൾ പ്രൈസ് ഇനിയും വീണ്ടും കയറിപ്പോയി. ഇവിടെ ഒരു പ്രീവിയസ് ഹൈ ലിക്വിഡേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ പ്രൈസ് എന്ത് ചെയ്യും, ചിലപ്പോൾ മൺഡേ വന്നിട്ടൊരു പുൾ ബാക്ക് എടുക്കാം. പക്ഷേ മൺഡേ വന്നിട്ട് പുൾ ബാക്ക് എടുത്തിട്ട് കയറിപ്പോകാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ട്. ഇത് നടന്നതോടെ ഇച്ചിരിയും കൂടി സാധാരണ നടക്കുന്ന പ്രതിരോധവും കാര്യങ്ങളൊന്നും അല്ല, ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിൽ ചെറുതായിട്ട് കയറാം. ഈ ഫ്രൈഡേ തന്നെ അത് ഇത്രയും നല്ലൊരു ക്യാൻഡിൽ, കഴിഞ്ഞ 2-3-4 ദിവസമായിട്ടുള്ള ക്യാൻഡിലിനേക്കാളും സ്ട്രോങ് ക്യാൻഡിൽ ഉണ്ടാകാനുള്ള റീസൺ തന്നെയാണ് അത്. അപ്പോൾ യുദ്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ആ രാജ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, വിഡ്രോവൽ ചെയ്യും. ഇതെല്ലാം നേരെ കറൻസിയിലേക്ക് വരും. കറൻസി നേരെ ആദ്യം വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗോൾഡ്. അപ്പോൾ ഗോൾഡ് വീണ്ടും പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെ ആയിരിക്കും പോകുന്ന. സെല്ലെടുക്കുമ്പോൾ ഇപ്പോൾ മൺഡേ ചിലപ്പോൾ പ്രൈസ് താഴേക്ക് പോരും. അപ്പോൾ ആ സമയത്തല്ല, മൺഡേ കഴിയുന്നത് നമുക്കറിയാൻ പറ്റും പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് പോവുകയാണെങ്കിൽ ആ സമയത്ത് കയറി സെല്ലെടുക്കാതിരിക്കുകയാണ് നല്ലത്. ബൈയിലേക്ക് കിട്ടുന്ന സാധ്യതകൾ പരമാവധി യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു മേജർ ഹൈ എടുത്തിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യം നമുക്കിവിടെ ഒരു IFC ക്യാൻഡിലൊക്കെ തന്നായിരുന്നു അല്ലേ. പക്ഷേ പ്രൈസ് ആ ഒരു ന്യൂസിൻ്റെ ഇത് തന്നെയാണ് പ്രൈസ് വീണ്ടും ബുള്ളിഷിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ 4 ഹവറത്തെ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. 4 ഹവറിൻ്റെ സ്ട്രക്ചർ ഇതാണ്. 4 ഹവർ സ്ട്രക്ചർ ഓൾറെഡി ബിയറിഷാണ്. 4 ഹവറിൻ്റെ എക്സ്ട്രീം OB ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ വരികയാണെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എടുക്കാം. പക്ഷേ നിങ്ങൾ പരമാവധി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏഷ്യൻ നല്ല മൂവ്മെൻറ്റ്സ് നടത്തിയതിന് ശേഷമാണ് ഇവിടെ വന്നേക്കുന്നത്, നിങ്ങൾക്ക് സെല്ല് നോക്കാം. അതേപോലെ ലണ്ടൻ നല്ലൊരു മൂവ്മെൻറ്റ്സ് ഇവിടെ വന്നതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. ന്യൂയോർക്ക് മാർക്കറ്റിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു $10-30 മൂവ് ചെയ്തിട്ടാണ് ഓരോ സെക്ഷനിൽ വന്നിട്ടാണെങ്കിൽ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് എടുക്കാം. അല്ല ഇപ്പോൾ ഏഷ്യൻ കഴിഞ്ഞ് ഇവിടെ നിൽക്കണേണ്, ലണ്ടൻ വന്നിട്ടാണെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ലണ്ടൻ ഇത് ബ്രേക്ക് ചെയ്ത് തന്നെ പോകുക. എന്ന് വെച്ചാൽ ആ ന്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനിൽ എത്ര മാക്സിമം മൂവ് ചെയ്യുക, ഇതൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ന്യൂസും ഫണ്ടമെൻ്റലും ടെക്നിക്കലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് മൂവ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും നല്ല നല്ല ട്രേഡ്സുകൾ നമുക്ക് എടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒബ്സർവേഷൻ, നമ്മളിതാണ് വേണ്ടത്. നല്ല ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിപ്പോൾ 1 ഹവറിൽ വരികയാണെന്നുണ്ടെങ്കിൽ 1 ഹവറിൽ പ്രൈസ് ബുള്ളിഷിലേക്ക് മാറിയിട്ടുണ്ട്. ബുള്ളിഷ് ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇപ്പോൾ 4 ഹവറാണ് ബിയറിഷ് നിൽക്കുന്നത്. അപ്പോൾ പ്രൈസ് നെക്സ്റ്റ് 1 ഹവറിൻ്റെ ഐഡിയം എടുക്കുമ്പോഴും 1 ഹവറിൻ്റെ ഡിസിഷൻ OBയൊക്കെ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. ബൈയിലേക്കാണ് നെക്സ്റ്റ് വീക്കും പ്രൈസ് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് എൻട്രീസ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ 15 മിനിറ്റിൽ എനിക്കൊന്ന് ഫ്രൈഡേ ആദ്യം എനിക്കിവിടെ ബോഡി ബ്രേക്ക് ഇട്ടിട്ട് ഞാൻ വരച്ചിട്ടതുപോലെ ഓർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വന്ന് നോക്കിയപ്പോൾ വിക്ക് ബ്രേക്കാണ്. ചില ബ്രോക്കേഴ്സിൽ അത് ഉണ്ടാവും, ചെറിയൊരു കറക്ഷൻസ് അവർ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഈ കുറേ നാൾക്ക് ശേഷമാണ് ഓൺഡേയിൽ ഞാൻ അങ്ങനെ കണ്ടത്. ബോഡി ബ്രേക്ക് നടന്നതിന് ശേഷം ഇന്നിപ്പോൾ അത് വിക്ക് ബ്രേക്കായി മാറിയിട്ടുണ്ട്. ആ വിക്ക് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പ്രൈസ് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ വേറൊരു ബ്രോക്കറും കൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പറയണത് നെക്സ്റ്റ് ഇനിയിപ്പോൾ മൺഡേ
പ്രൈസ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 50 മിനിറ്റിന് നല്ലൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഓർഡർ ബ്ലോക്കാണ്. അല്ല ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ ചേഞ്ച് ഓഫ് കെയർ തന്നു നോക്കുക ബിയറിഷിലേക്ക്, എന്നാലും നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾ ബൈ എടുക്കുക. എന്ന് വെച്ചാൽ പ്രൈസ് ബുള്ളിഷിലേക്കാണ് പോകണമെങ്കിൽ ബൈ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ഹൈയും അല്ലെങ്കിൽ നെക്സ്റ്റ് ഹൈ ഒക്കെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 50% എന്ത് ചെയ്യുക, ഒരു ഓൾ ടൈം ഹൈയിലേക്കൊക്കെ റൺ ചെയ്യിക്കാൻ നോക്കുക. പ്രൈസ് നല്ല ബുള്ളിഷിലാണ് പോകണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനൊക്കെ നല്ലോണം ഹോൾഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന പൊസിഷനാണ്. അപ്പോൾ എനിക്കിതാ പറയാനുള്ളത്, ഫണ്ടമെൻ്റൽ പരമായിട്ട് പ്രൈസ് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, വാറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആ സാധ്യത പരമാവധി യൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഓൾറെഡി നല്ല ബുള്ളിഷിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈ എൻട്രീസ് തന്നെ നോക്കാം. ഇപ്പം കഴിഞ്ഞ ആഴ്ചയും കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ ബൈയും സെല്ലും നോക്കാൻ പറയുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് പരമാവധി മൺഡേയിലത്തെ മാർക്കറ്റ് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ബുള്ളിഷിലേക്കുള്ള മൂവ്മെൻറ്റൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ബൈയിലേക്ക് മാത്രം പിടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് ഈ ആഴ്ച നല്ല ബുള്ളിഷായിരുന്നു. ഈ മാസം നോക്കിക്കഴിഞ്ഞാലും പ്രൈസ് നല്ല ബുള്ളിഷില്ല. കുറച്ച് മാസങ്ങളായിട്ട് ഏകദേശം ഒരു 5 മന്തായിട്ട് ബ്രിട്ടീഷ് പൗണ്ട് നല്ല ബുള്ളിഷിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നല്ല ബുള്ളിഷ് മൂവ്മെൻ്റ് ഉണ്ട്. നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലാണ് പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ഒക്കെ എടുത്തു, പ്രൈസ് നല്ല ബുൾ ബാക്ക് ഒക്കെ എടുത്ത് പിന്നെയും പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെ നിൽക്കണേ. എന്നാലും നമുക്ക് ഡേയിലേക്ക് വരാം. പ്രൈസ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിലും തന്നെ വലിയ മൂവ്മെൻറ്റ്സ് കുറച്ച് ദിവസമായിട്ട് എടുത്തിട്ടില്ല അല്ലേ, ഒരു റേഞ്ചിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. ഈ ഓർഡർ ബ്ലോക്ക് ഇപ്പോഴും റിയാക്ട് ചെയ്തിരിക്കണേ. ഈ ഓർഡർ ബ്ലോക്ക് ഫസ്റ്റ് വന്നു, നെക്സ്റ്റ് ഇതിൻ്റെ ടാർഗറ്റ് ഒന്നും അടിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഓർഡർ ബ്ലോക്കിലേക്കും വരാത്തത് കൊണ്ട് തന്നെ ഈ ഹൈ എടുത്തു, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഈ ഹൈ എടുത്തു, വീണ്ടും ഈ ഹൈ വിക്ക് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഫുൾ ബാക്ക് എടുത്തിരിക്കുന്നു. ഇനി പ്രൈസ് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇവിടെയൊക്കെ ഒരു പ്രീവിയസ്, അതായത് ഈ ഒരു പൊസിഷനിലൊക്കെ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിലൊക്കെ നമുക്കിവിടെ പി ഒകളുള്ളതാണ്. ആ പി ഒയൊക്കെ ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യും. നമ്മൾ ഗോൾഡിൻ്റെ ഇത് വെച്ചിട്ട്, നമ്മളുടെ വാറൻ്റ് ഇത് വെച്ചിട്ട് ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ പറയാനൊന്നും ഇല്ല. നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ പ്രൈസ് നല്ല ബുള്ളിഷ് ആകുമ്പോൾ ബൈയിലേക്കുള്ള സാധ്യതകൾ കൂടുതൽ യൂസ് ചെയ്യുക. ഒരു 60% 70% ബൈയിൽ, അല്ലെങ്കിൽ 50-50 എന്നേ ഞാൻ പറയുള്ളൂ. രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നല്ല ട്രേഡ്സും കിട്ടും, നല്ല പ്രോഫിറ്റും കിട്ടും. ഒരു സൈഡിലേക്ക് മാത്രം കറൻസിയിൽ നോക്കിക്കരുത്. അപ്പോൾ 4 അവർ നോക്കണമെങ്കിൽ 4 അവറിൻ്റെ ഐഡിയം എടുത്തു, 4 അവറിൻ്റെ ഐഡിയം എടുത്തു. ഇതൊരു നല്ലൊരു എൻട്രി ആയിരുന്നു കേട്ടോ. ഈ 4 അവറിൻ്റെ ഐഡിയം എടുത്തു ഈ ഒരു പൊസിഷനിൽ നിന്ന് നല്ലൊരു എൻട്രി തന്നെയായിരുന്നു. ആ പൊസിഷനിൽ നിന്ന് പ്രൈസ് നല്ല റിയാക്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മേജർ ഹൈ വിക്ക് ബ്രേക്കാണ് നടത്തിയത്. വിക്ക് ബ്രേക്ക് നടത്തി കഴിഞ്ഞപ്പോഴും പുൾ ബാക്ക് എടുത്തു, വീണ്ടും ഇവിടെ ഇൻറ്റേർണൽ ഐഡിയം എടുത്തിട്ടുണ്ട്, പ്രൈസ് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം നോക്കിയാൽ ബൈ എടുത്തു, സെല്ലെടുത്തു, വീണ്ടും എഗെയിൻ ബൈ. അപ്പോൾ നല്ല എൻട്രീസ് ആ ഒരു പൊസിഷൻസിലുണ്ട്. നമുക്ക് ഈ പറയുന്ന 1 അവറിലേക്ക് വരാം. 1 അവറിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഐഡിയത്തിൻ്റെ പൊസിഷൻ നല്ല രീതിയിൽ കാണാം. ഇവിടെ കണ്ടോ, ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷൻ വന്ന് അതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് ആ പ്രൈസ് കയറിപ്പോയേക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കും. ഒരു സെക്ഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് സെക്ഷനിൽ പ്രൈസ് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് ഇപ്പോൾ കറൻസിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ലിക്വിഡിറ്റിയും കൂടി പ്രൈസ് എടുക്കുക. ലിക്വിഡിറ്റി എടുത്ത് കഴിയുമ്പോൾ അവിടെ ഒരു സിംഗിൾ ക്യാൻഡിലൊക്കെ ആണെങ്കിൽ വേഗം എൻട്രിയിൽ കയറുക. നല്ല സ്നൈപ്പർ എൻട്രിയാണ്, വളരെ ഫാസ്റ്റായിട്ടാണ് പ്രൈസ് എന്ത് ചെയ്ത് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്കും എടുക്കുക. അതേപോലെ തന്നെ ബൈയിലേക്ക് സാധ്യതകൾ നോക്കി. ഇപ്പോൾ മൺഡേ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാൻഡിലിൽ പ്രൈസ് വന്ന് ടച്ച് ചെയ്യണമെങ്കിൽ വീണ്ടും പ്രൈസ് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ല ഇത് ലിക്വിഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ബൈ ചെയ്യുക. നല്ലൊരു പൊസിഷൻ തന്നെയാണ് ആ ഒരു ബൈയിങ് പൊസിഷൻ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സെല്ലിലേക്ക് കിട്ടുന്ന സാധ്യതകളും പരമാവധി യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ പ്രൈസ് ബുള്ളിഷ് ആണെങ്കിലും നമ്മുടെ 15 മിനിറ്റിൽ പ്രൈസ് ഒന്ന് ബിയർഷിൽ വന്നെങ്കിൽ ലോ എടുക്കണം. ബിയർഷിൽ വന്നാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ താഴെ ഏതെങ്കിലും OB-ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു പൊസിഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എൻട്രി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ യൂറോ യൂസ്റ്റിലേക്ക് വരാം. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂറോയിലും അതേപോലെ തന്നെ AUDയിലും ട്രേഡ് ചെയ്തിട്ടില്ല. ഒരുപാട് ട്രേഡുകൾ നമുക്ക് GBP USDയിൽ നല്ല ട്രേഡുകൾ കിട്ടുന്നത്. എനിക്ക് GBP USDയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന ട്രേഡുകൾ മിക്കതും തന്നെ TP ആണ്. ആകെ 2-3 ട്രേഡ് ചിലപ്പോൾ 1-2 ട്രേഡ് എടുക്കുള്ളൂ. പക്ഷേ മിക്കത് എടുക്കുന്നതൊക്കെ തന്നെ പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരാം. യൂറോ USD നല്ല ബുള്ളിഷാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു 3-4 മാസമായിട്ട് യൂറോ USDയും ബുള്ളിഷ്. അപ്പോൾ കറൻസിയൊക്കെ നല്ല ബുള്ളിഷിൽ നിൽക്കണേ അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡോളറിന് ഇച്ചിരി നെഗറ്റീവായിട്ട് ബാധിച്ചതാണ്. ഇപ്പോൾ നമ്മൾ വിഡ്രോവൽ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് ഏകദേശം ഒരു 87-88 രൂപ വരെ നമുക്ക് വിഡ്രോവൽ INRലേക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ. വീണ്ടും അത് 86 മാറി. അപ്പോൾ നല്ലൊരു കുറവ് അതിൽ വന്നു. ഇപ്പോൾ USDT ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോവൽ നടക്കുമ്പോൾ 90 രൂപ വരെയൊക്കെ കിട്ടിയതാണ്. അതിപ്പോൾ ഡോളറിൻ്റെ 86,000 രൂപ നമുക്ക് USDTയിലും കിട്ടുന്നുള്ളൂ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോളറിന് ആ ഒരു നെഗറ്റീവ് വന്നതാണ് ഈ പറയുന്ന യൂറോ USD എല്ലാം നല്ല രീതിയിൽ കയറി നിൽക്കുന്നത്. നമുക്കിപ്പോൾ വീക്കിലേക്ക് വരികയുമ്പോഴത്താണ് പ്രീവിയസ് ആയി വീക്ക് ബ്രേക്ക് നടത്തിയിരിക്കണതാണ്. പക്ഷേ വീക്ക് ബ്രേക്ക് നടത്തിയേക്കണമെങ്കിലും പ്രൈസ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ വീണ്ടും കയറിപ്പോകാം. പുൾ ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലെടുക്കാവുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു പൊസിഷനിൽ വന്ന് പ്രൈസ് ഒരു വീഴ്ചയിലേക്ക് പോയി വീണ്ടും കയറി വന്നു. പക്ഷേ ഈ ഒരു ഹൈ ഒന്നും പ്രൈസ് എന്ത് ചെയ്ത് ബോഡി ബ്രേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം, ജസ്റ്റ് ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആണ്. ഈ ഐഡിയം എടുക്കണമെങ്കിൽ ധൈര്യം ഈ ഒരു പൊസിഷനിൽ തന്നെ എൻട്രിയിൽ കയറുക. ഇവിടെ ഐഡിയം എടുക്കണം, അല്ലെങ്കിൽ വിക്കോബിയിൽ വന്നു കഴിഞ്ഞാലും പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 4 ഹവറിലേക്ക് വന്നു കഴിയുമ്പോഴാണെങ്കിലും പ്രൈസ് 4 ഹവറിൻ്റെ ഐഡിയം എടുത്ത് പ്രൈസ് റിയാക്ട് ചെയ്തിരിക്കണതാണ്. 4 ഹവറിൻ്റെ ഐഡിയം എടുത്ത് 4 ഹവറിൻ്റെ ഇവിടെ തന്നെ ഒരു നല്ലൊരു IFC ക്യാൻഡിൽ തന്നിട്ടുണ്ട്. അതിൽ നെക്സ്റ്റ് മിറ്റിഗേഷൻ നടത്തി പ്രൈസ് അപ്പോൾ ഒരു പ്രീവിയസ് ഹൈ വരെയൊക്കെ പോകണം. ഈ ഹൈ ഒക്കെ എടുക്കണം. ഇപ്പോൾ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് വരെ എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു 1 ഹവറിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈ വരെയൊക്കെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി പ്രീവിയസ് ഹൈ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഈ ഹൈ എടുത്ത് നിൽക്കണേണ്. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലും വരുമ്പോൾ 1 ഹവറിൻ്റെ ഐഡിയം എടുത്തിട്ടുണ്ട്. 1 ഹവറിൻ്റെ ഐഡിയം നിന്നാണ് പ്രൈസിന് റിയാക്ട് ചെയ്യാൻ. ഏകദേശം നമ്മൾ ഈ ഒരു ട്രേഡ്സ് നമ്മളിപ്പോൾ കണ്ടതാണ്, അതേ പൊസിഷൻ തന്നെയാണ്. അപ്പോൾ നേരെ താഴേക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. അതേപോലെ സെല്ല് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയും പരമാവധി യൂസ് ചെയ്യുക. നമുക്ക് AUD USDയിലേക്ക് വരാം. കുറച്ച് നാളായിട്ട് പ്രൈസ് ഒരു റേഞ്ചിൽ നിൽക്കുന്നതാണ്. അതാണ് കൂടുതലും ഞാൻ എൻട്രി എടുക്കാത്തത്. ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. ഞാൻ ബ്രേക്ക് ഈവൻ ഇടാൻ മറന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. എന്താ വെച്ചാൽ മൂവ്മെൻറ്റ്സ് കുറവായതുകൊണ്ട് തന്നെയാണ് ട്രേഡ് എടുക്കാത്തത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു പൊസിഷനൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പ്രൈസ് മന്ത് ബുള്ളിഷ് തന്നെയാണ്. വീക്കിലേക്ക് വരാം. വീക്കിൽ വരുമ്പോഴാണെങ്കിൽ ഈ ഒരാഴ്ച പ്രീവിയസ് വീക്കിൻ്റെ ഹൈ എടുത്തു. ഇപ്പോൾ ഇത് നല്ലൊരു പൊസിഷനാണ്. പ്രീവിയസ് വീക്കിൻ്റെ ഹൈ എടുത്തു. ഇപ്പോൾ ഇത് ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ മദർ ക്യാൻഡിൽ ഹൈ എടുത്തു. പ്രൈസ് ബിയറിഷിലേക്ക് വന്നു. നല്ലൊരു സെല്ല് അവിടെ ഉണ്ടായിരുന്നു. റേഞ്ചിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇപ്പോൾ അതുണ്ടോ, ഇതും പ്രീവിയസ് ഒരു ഓൾഡ് POE ആണ്, ഓർഡർ ബ്ലോക്കാണിത്, ബിയറിഷ് ഓർഡർ ബ്ലോക്ക്. പക്ഷേ അതിൽ നിന്നാണ് പ്രൈസ് വീണ്ടും പോകുന്നത്. നമ്മളിപ്പോൾ GBP USDയിലൊക്കെ കണ്ടതാണ് ഇതേ ഒരു പാറ്റേൺ. ഇപ്പോൾ 1 ഹവർ ഡേയുടെ ഐഡിയം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഐഡിയം എടുത്തിട്ട് ടാർഗറ്റ് ഒന്നും കിട്ടി. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ റേഞ്ച് നിൽക്കുമ്പോൾ ഈ ടാർഗറ്റ് തന്നെ മെയിൻ ടാർഗറ്റ് തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. പരമാവധി ഒരു 70-80% പ്രോഫിറ്റ് എടുത്ത് പക്ഷേ ഒരു 20% മാത്രമേ ട്രേഡ് മെയിൻ ടാർഗറ്റിലേക്ക് റൺ ചെയ്യാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ ലിക്വിഡിറ്റി ആണെങ്കിലും എടുക്കുമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാതെ പ്രൈസ് താഴേക്ക് പോകാം. ഏകദേശം പ്രൈസ് ഒരു 80% മൂവ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഇവിടെ ഒരു POE എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇതൊരു വിക്കോബി ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റില്ല. അത് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ഇനിയൊരു POE എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ എടുത്ത് പ്രൈസ് ഇത്രയും വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന 4 ഹവറിൻ്റെ അല്ലെങ്കിൽ 1 ഹവറിൻ്റെ ഒക്കെ വരുമ്പോൾ അവിടെ ഒരു POE നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് ഇവിടെയും കണ്ടോ, ലിക്വിഡിറ്റി എടുത്ത് അപ്പോൾ 2 സൈഡിലേക്കും എടുക്കുക. പക്ഷേ ചെറിയ ടാർഗറ്റിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഇവനോ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ ടാർഗറ്റിന് പറ്റിയ എൻട്രികളാണ്. ഇഷ്ടംപോലെ എൻട്രികളുണ്ട്. ചെറിയ ട്രേഡുകളാണെന്ന് മാത്രമേ ഉള്ളൂ. 1 ഹവറിലേക്ക് വരികയാണെങ്കിലും 1 ഹവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റേണൽ എടുക്കുകയാണെങ്കിലും ഈ ഹൈക്ക് ഈ ഇൻറ്റേണൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. മിക്കവാറും ഇവിടെ നിന്ന് തന്നെ പ്രൈസ് കയറി പോകാൻ സാധ്യതയുണ്ട്. വരികയാണെങ്കിൽ ഈ ലിക്വിഡിറ്റി ഇങ്ങനെ എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ലോ എടുത്തിട്ട് പ്രൈസ് കയറിപ്പോകും. പക്ഷേ 2 സൈഡിലേക്കുള്ള സാധ്യതകൾ പരമാവധി യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല രീതി ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മൺഡേ കയറുക. നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പ്രൈസ് നല്ലൊരു ബുള്ളിഷ് ക്യാപ്പിലൊക്കെയാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ബുള്ളിഷ് ക്യാപ്പിലാണ് ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ബൈ എടുത്ത് നിൽക്കുന്നതും റിസ്ക്. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തിട്ടായിരിക്കും, ഗോൾഡിൻ്റെ കാര്യം കൊണ്ട് പറയുന്നത്, പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തിട്ടായിരിക്കും പ്രൈസ് എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് കയറിപ്പോകാനുള്ള സാധ്യത. ചിലപ്പോൾ നാളെ അങ്ങനെ തന്നെ നിന്നിട്ട് മറ്റന്നാളേക്ക് കയറിപ്പോകും. അപ്പോൾ വരുന്ന ന്യൂസുകൾ എങ്ങനെ ഇരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. അവിടെ വാർ നടന്നു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പ്രൈസ് കയറിപ്പോകണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് എക്സ്ട്രീം ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത് പരമാവധി. അപ്പോൾ ബൈക്കിലേക്കുള്ള സാധ്യതകൾ എടുക്കുക. അതേപോലെ തന്നെ സെല്ല് വളരെ ശ്രദ്ധിച്ച് വേണം സെല്ലിലേക്കുള്ള സാധ്യതകൾ എടുക്കാനായിട്ട് എൻട്രി. അത് പ്രീവിയസ് ലോയൊക്കെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ തന്നെ പ്രൈസ്, അതായത് വരുന്ന വീക്കിൽ തന്നെ പ്രൈസ് വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എടുക്കുന്ന ബൈ എൻട്രികളിലൊക്കെ ഒരു 50-60% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ബാക്കി ഹോൾഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.